ഹായ് ഹലോ, ഞങ്ങളുടെ പുതിയ ദിവസം. ചേട്ടായി രാവിലെ ആണെങ്കിൽ വർക്കല്ല വേറെ ഒരു ആവശ്യത്തിനായിട്ട് പോയേ. മഴയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്നലെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഉറങ്ങി. അതുകൊണ്ട് അവൾ രാവിലെ എഴുന്നേറ്റ്. ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട്, കറിയൊക്കെ ഇരിപ്പുണ്ട്. ചേട്ടായി പോയി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കാൻ. അപ്പം വേണ്ട ഇവൾ എഴുന്നേറ്റ് ഇവൾ രാവിലെ ചിരിയും കളിയൊക്കെ തുടങ്ങി. ഇത് മറ്റേ ഉടുപ്പാട്ടെ, ഞാൻ സ്നെല്ലി മാറ്റാനും വേണ്ടി പൊക്കി വെച്ചു. നോക്ക് അങ്ങനെ പോണി നോക്കിക്കൂടാ. എന്നിട്ട് അപ്പോൾ ചേട്ടായി ഉച്ചയ്ക്കും വരത്തില്ല. അപ്പം ചോറ്, സത്യം പറഞ്ഞാൽ ചോറ് ചേട്ടായിക്ക് ഒരു കുഞ്ഞിത്തവി മതി. ഞാനാണെന്ന് ചോറ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. ആണെന്ന് തോന്നുന്നതല്ല, അപ്പോൾ രാവിലെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടായി ഇന്നലെ പറഞ്ഞത് ഉറക്കം വന്നിട്ട് പോയ ചേട്ടായി എടി ഓട്ടക്കണ്ണിട്ട് പോകുന്നു ഫോണിൽ. ചേട്ടായി ഇന്നലെ പറഞ്ഞായിരുന്നു ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്നൊക്കെ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷെ ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോട്ടെ, പിന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചപ്പം ഇനി പോയി മുട്ടയും മുഴുങ്ങി ദോശ ഉണ്ടാക്കി അരിയും തിളപ്പിച്ചു വെക്കണം. പിന്നെ തുണി കഴുകണം, അതാണ് ഒരു ടാസ്ക്. കാരണം ഇവളെ ഇവിടെ ഇട്ടിട്ട് തുണി കഴുകാൻ പോകാമെന്ന് വെച്ചാൽ പാടാം. കഴുകിയില്ലെങ്കിൽ അതിലും പാടാം. ഞങ്ങൾ സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരുന്ന കേട്ടോ. തണുപ്പൊക്കെ കൊള്ളാൻ നല്ല മഴ വരുന്നു. ഞാൻ ഹോം ടൂറായിട്ട് കാണിക്കുമ്പം വീടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇവള് ഉറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകാമെന്ന് വെച്ചിരിക്കുക. പക്ഷെ എന്നെ നോക്കി 100 വോൾട്ടിൻ്റെ ബൾബ് കത്ത് നിൽക്കുന്ന പോലെ ഇരിക്കുക. ഒരു മയങ്ങാനുള്ള ഒരിതുമില്ല. പിന്നെ ഭയങ്കര കൊതുകാണ് ഇവിടെ. കണ്ണീച്ചയുടെ അത്രയുള്ള പൊടിക്കൊതുക്. അയ്യോ, കുത്തി അങ്ങ് പറിക്കും. എൻ്റെ കൊതുക് പോലെ വാങ്ങിക്കണം. ഇവർക്ക് ഒരു തൊട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, മറ്റേ ചതുരത്തൊട്ടിലില്ലേ. കാരണം ഞങ്ങൾക്ക് 3 പേർ കൂടെ കട്ടിലേ കിടക്കാൻ പറ്റത്തില്ല, അത് മെയിനാണ്. പക്ഷേ എനിക്കുള്ള തൊട്ടിലേ കിടത്തുന്നതിനോട് ഒട്ടുമേ താല്പര്യവും ഇല്ല. പിന്നെ ഒരു ദിവസം കിടത്തി വെക്കാം, ഓക്കെ അല്ലെങ്കിൽ കട്ടിലേ തന്നെ കിടത്താം. പിന്നെ അല്ലെ ഒരു മെത്തയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായിക്ക് തറയിൽ കിടക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ആ കാണുന്ന വീടാണ് ഈ വീടിൻ്റെയൊക്കെ ഓണറിൻ്റെയൊക്കെ വീട്. നല്ല മുറ്റമൊക്കെ ഉണ്ട്, നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര പാവട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നല്ല പോലെ സഹകരിക്കുന്നൊരു ചേട്ടൻ അവിടുത്തെ. ഇവിടെ ഇരുന്ന് ആ വീട് കാണാം. അടുത്തടുത്ത് വീടുണ്ട് കേട്ടോ. ഈ റോയിൽ എനിക്കൊന്ന് ലാസ്റ്റ് വീട് ഇതായിരുന്നു. അങ്ങോട്ടെല്ലാം വീടുകളുണ്ട്. നമ്മുടെ അവിടെ ഞാൻ ഇന്നലെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ അവിടെ ഇങ്ങനെ കഥ തുറന്നു വന്നിരുന്നാൽ നമുക്ക് റബ്ബറും തോട്ടം കാണാം, ഇവിടെ ആകുമ്പോൾ കുറച്ച് വീട് കാണാം എന്ന്. നമ്മുടെ അവിടെ ഞാൻ ഇങ്ങനെ വെളിയിൽ വന്ന് ഇരിക്കുന്നതും ഇല്ല, അത് വേറെ കാര്യം. അടുത്ത മഴക്കോള് കയറിക്കൊള്ളുക. ഇതാണ് അടുക്കള വശം. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഒരു കോഴിയൊക്കെ ഉണ്ട് ഇവിടെ രണ്ടിടത്ത്. കുഞ്ഞടുക്കളയാണ്, അടിപൊളി അടുക്കള. അയ്യോ, വെള്ളം തിളയ്ക്കുന്നു. ഇപ്പം നമ്മൾ മാറി താമസിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നിൻ്റെ ഗ്യാസ് തീരും അത് തീരും എന്നൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ അടി ഊറ്റി വെക്കട്ടെ. ഇത് ഫുള്ള് തിളപ്പിച്ച് വിട്ടുന്നില്ല കേട്ടോ, കുറച്ച് പഴങ്ങി കുടിക്കാൻ വേണ്ടി കേട്ടോ. നിയമല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ദോശയും കൂടെ ചൂടാം. കുറച്ച് പഴങ്ങി കുടിക്കണം. അപ്പം ഇത് ഉച്ചയ്ക്ക് വൈകിട്ടത്തേക്ക് എനിക്കുണ്ട്. ചേട്ടായിക്ക് ശരിക്കും ഒരു തവി ചോറ് മതി. നമുക്ക് പഴഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ടേക്കാം ബാക്കി.
ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. ഇന്ന് രാവിലെ ദോശ ചൂടാന്ന് വിചാരിക്കുക. അപ്പോൾ ചേട്ടായി പോയില്ലേ, അതാ ദോശ നടുക്ക് കുറച്ച് മുരിയട്ടെ, അധികം എണ്ണ തൂത്തില്ല കേട്ടോ. കൂട്ടൻ എഴുന്നേറ്റു, ഇവിടെ കൈയും കടിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റ് ഇപ്പോൾ ഈ തള്ളവിരൽ തന്നെ ഉറിഞ്ചു. അപ്പം അമ്മ പറയാം തള്ളവിരൽ ഉറിഞ്ചിക്കരുത്, തള്ളയ്ക്ക് ദോഷമെന്നൊക്കെ. അതിൻ്റെ പേര് ഞാനും അമ്മയും കൂടെ അടിയിടും. അയ്യോ ഉറങ്ങുന്നില്ല, ഉടുപ്പൊക്കെ മാറ്റി. സത്യം പറഞ്ഞ ഉടുപ്പ് മാറ്റാത്തതേ മഴയായിട്ട് തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇത് മാറ്റി എന്തുവാ കെട്ടുടുപ്പിട്ട് കൊടുക്കും. ഇപ്പം തണുപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് മാറ്റാതെ ഇങ്ങനെ കുളിച്ചിട്ട് വേറെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതേലത്തെ അല്ല, പാൻറ്റും ഉടുപ്പും കൂടെ ഉള്ളയില്ലേ, അത് വാങ്ങിക്കണം. ഇത് കുഞ്ഞിന് ചെറുതാവുന്നുണ്ട്. ഏത് പിന്നെ ഇങ്ങനെ കൈയും കൊണ്ട് അതെ കൈ ഇത് എൻ്റെ കൈയുടെ അത്രയും നീളമോ ഇല്ല, കൈയും കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് ഇടുന്നത്. എനിക്ക് കിടക്കുന്നുണ്ടോ, എൻ്റെ കൈയുടെ അത്ര ഇല്ലെന്ന് തോന്നുന്നു നീളം. ഓ സൂപ്പർ സൂപ്പർ. ഓ ഓ ചക്കടു ടക്ക ടക്കട്ടോ ട്രക്ക ട്രക്കട്ടോ അച്ചി. എങ്ങനെ മീക്കു ചിരിക്കുന്നേ? അച്ചി ആച്ചി കാണിച്ചേ, അച്ചി. ഓ സഖിയൊക്കെ കാണാടാ, ഞങ്ങൾ ഇവിടുത്തെ പട്ടൻസ് ഇട്ടിട്ടില്ല. ഈ അമ്മ ഇത് പട്ടൻസ് ഇട്ട് കാണില്ല. ഞാൻ പറഞ്ഞു ഇതമ്മേ പട്ടൻസ്. ഓ മൈ കുഞ്ഞിപ്പൂളു, ഓ മൈ കുഞ്ഞിപ്പൂളു, അമ്മേരെ കുഞ്ഞിപ്പൂറു. ഡിങ്കിരി ഡിങ്കിരി ഡിങ് ഡിങ്കിരി ഡിങ്കാലേ കൊനടി ഡിങ്കിരി ഡിങ്കാലേ. ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പോൾ എൻ്റെ ദൈവം തങ്ങളുടെ ഫോണിപ്പോൾ പറിച്ചു പോവേ. അഗ്രനിന് സായിപ്പ് തന്നിരുത്തി കാണിച്ചു. പെണ്ണ് ക്യാമറ പോകുന്നതിനകത്ത് നോക്കുന്നു. ഓ ചടങ്ങി കിടന്ന് ഉറങ്ങുമെന്ന് തൊട്ടില്ല, പക്ഷെ ഉറങ്ങിയില്ല. ഞാൻ ഇവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ തുണിയെല്ലാം ചേട്ടാടെ കൊണ്ട് കട്ടിലിട്ടിട്ട് ഞാൻ വെച്ച് ഇവിടെ നിന്ന് മടക്കാം, അവളെ ഉറങ്ങുമല്ലേ എന്ന്. ഞാൻ നോക്കിയപ്പോൾ തൊട്ടിൽ കുലുങ്ങുന്നു. ഇനി കുളിക്കാം. അമ്മയുടെ പൊണ്ണു. അയ്യോ സഖ്യ കാണാം അതിൻ്റെ ഇടയിൽ കൂടെ. ഞങ്ങൾ ഇമ്മി പാസംകാരാണ്. ഞാൻ അമ്മ ഇമ്മി പാസംകാരിയായതുകൊണ്ട് എന്നെ പാസല്ല വളർത്തുന്നത്. മീക്കുട്ട കാലടിപ്പിച്ച് നോക്കടാ, സഖിയൊക്കെ അവർ കാണുന്നിൻ്റെ. മോൻ കാണിച്ചേ മീക്കുട്ടാ. ഏയ് മീക്കുട്ടോ, പപ്പ വണ്ടി എന്തേ മീക്കുട്ട, പപ്പ വണ്ടി എന്തേ. എടാ നിന്റെ മോൻ കാണത്തില്ലടാ, കൈ മാറ്റാ. ഓ അവൻ ബിസിയാ, അവൻ കൈ ഒഴിഞ്ഞാൻ പോവാ. മീക്കുട്ടോ, അമ്മയുടെ പൊന്നി, അമ്മയുടെ ശൊത്തി, അമ്മയുടെ മുത്താണോ, അമ്മയുടെ ചൂച്ചിരി പെണ്ണാണോ ഇത്? ഗുഡ് ഗേൾ ആണെങ്കിൽ ചിരിക്കും, ബാഡ് ഗേൾ ആണെങ്കിൽ ചിരിച്ചത്തില്ല. ബാഡ് ഗേൾ ആണോ ഇത്? ദുഡല്ലേ ദുഡ്. മീക്കുട്ടോ പോതാവുന്നു, അതൊക്കെ നോക്കവൻ. ഈ ഫീഡിങ് ബില്ല നോക്കി എപ്പോഴും ചിരിയും സംസാരമൊക്കെ കേട്ടോ. അതിലെനിക്കൊന്ന് ആ പൂവൊക്കെ കാണാതിരിക്കും, ഭയങ്കര ചിരി അതിനെ കാണുമ്പോൾ. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകണമെങ്കിൽ അതിനെ എടുത്ത് മുന്നിൽ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. നീയബെല്ലാം ഉറക്കി ഞാൻ എന്നിട്ട് പഴങ്ങി കൊടുക്കുക, ചരുവത്തി കൊടുക്കുക. കഴുത്തിൽ നിന്ന് കറുത്ത ചരട് പോയപ്പോൾ എന്തോ കഴുത്തിങ്ങനെ വെറുതെ കിടക്കുന്ന പോലെ. എനിക്ക് തുണി കഴുകാൻ പോകണം. കുഞ്ഞിൻ്റെ തുണിയൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റത്തില്ല, അത് കല്ലിൽ തന്നെ ഉറച്ച് കഴുകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മറ്റേ ഫോണില്ലേ, ആ ഫോൺ ഓണാക്കി വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഫോൺ കൊണ്ട് അനങ്ങി ഇവിടെ നിന്ന് അനങ്ങി അറിയത്തില്ലെങ്കിൽ ആണേ ഉറങ്ങുക. ഞാൻ തുണി കഴുകാനായിട്ട് വന്നു. ആ കുഞ്ഞു വാഷിംഗ് മെഷീൻ ചേട്ടായി എടുത്ത് വെച്ചില്ല, അത് കാറിയിരിക്കുക.
അതിലൊന്നും കഴിയാലും വൃത്തിയാവത്തില്ല. ഇപ്പം നമ്മളെ കല്ലി കഴുകി ശീലിച്ച് കാറ്റ് പൊരിഞ്ഞ വെയിലത്താണ് ഞാൻ തുണി കഴുകാനായിട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. അത് ഒരു 10 മിനിറ്റ് എനിക്ക് ഭയങ്കര വെയിൽ. ഞാൻ പിന്നെ തല തുണി കെട്ടിയിട്ടാണ് ഇത് പിഴിഞ്ഞൊന്നുമില്ല, സോപ്പും കൊണ്ട് എറ്റി വെച്ചതേ ഉള്ളൂ. ഞാൻ എൻ്റെ മറ്റേ ഫോണിലെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് തുണി കഴുകാനായിട്ട് ഇറങ്ങിയത്. ഇവിടുത്തെ തുണിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മറ്റേ സ്റ്റാർ ഫ്രൂട്ടുണ്ട്, കാണുന്ന ഭാഗം 6 ഇവിടെ. പിന്നെ ചക്ക, കോഴികൾ, ഭയങ്കര രസമാണ് ഇവിടെ. നമുക്കൊരു ഹോംലി ഫീല് തന്നെ. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു തോന്നൽ വരത്തില്ല. ഞാൻ കയറട്ടെ. തുണി ഞാൻ പറഞ്ഞില്ലേ പിഴിഞ്ഞ് ഇന്നിടയ്ക്ക് വെയിൽ വരും, പിന്നെ വെയിൽ പോകും, അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് തുണി സുഖമായിട്ട് എടുത്തിട്ട് ഉണക്കായിരുന്നു. പക്ഷേ ഇവിടെ ആരുമില്ലാതെ കുഞ്ഞിനെ ഇട്ടിട്ട് അത് പറ്റത്തില്ല. കാരണം മഴ വന്നാൽ എനിക്ക് ഓടിപ്പോവാനേ. ഏതാ ഇങ്ങനെയാണ് തുണി ഇടാൻ പോയത്. മറ്റേ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് തൊട്ടിൻ്റെ അടുത്തോട്ട് വെച്ചോളാം, അല്ലെങ്കിൽ എനിക്കറിയാലോ. അപ്പോൾ ഇനി ബാത്റൂമിൽ വെച്ച് പിരിയാമെന്ന് വെച്ചു. ഞാൻ പിഴിഞ്ഞിട്ടൊക്കെ വരാം. ആകെ ഉറങ്ങുമായിരുന്നു, അപ്പോഴാണ് കറണ്ട് പോയത്. ഞാൻ അപ്പം ജനൽ തുറന്നിട്ടാലും നല്ല ചൂടാണ്, വലിയ കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിലേ അവിടെ കിടന്ന് തോർത്തെടുത്ത് മുഖം തുടച്ചയാണ്. എൻ്റെ മുഖത്തെല്ലാം പുഴുവല്ല ഉറുമ്പ് അടിച്ച്. എങ്ങനെ തോർത്തി ഉറുമ്പ് കയറിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് കഴുകാൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഒന്ന് ഈ മുറിയൂടെ എനിക്ക് തൂക്കണം. ഇത്ര പണിയുള്ളൂ. എന്നിട്ട് ഇത് കഴിക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കുന്ന കാര്യം വിട്ടേ പോകും. അയ്യോ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. മീമോൾ അവളുടെ ഫീഡിങ് പില്ലോയിൽ നോക്കി കളിച്ചുകൊണ്ടൊക്കെ കിടക്കുക. ഉറക്കം മുഴുത്തല്ലെന്ന് എഴുന്നേറ്റ്. അതുകൊണ്ട് ഭയങ്കര വഴക്കാം. ഇങ്ങനെ കൈ ഇരിക്കണം എന്നാൽ ഉറങ്ങുമോ, അതുമില്ല. എന്നാൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരിക. സത്യം പറഞ്ഞാൽ നമുക്ക് ചില സമയം ഭയങ്കരമായിട്ടൊന്ന് കിടന്നാൽ ഉറങ്ങിയാൽ കൊള്ളാൻ തോന്നും. പക്ഷേ ഇവർ ആ സമയം ഉറങ്ങത്തും ഇല്ല, ഒന്നുമില്ല. അയ്യോ, അന്നേരം നമുക്കങ്ങ് വല്ലാതെ വരും. എനിക്കിന്നാണ് എങ്ങ് ഉറക്കം ഒന്ന് കിടന്നാൽ മതിയെന്ന് തോന്നി. അപ്പം തന്നെ ഇവിടെ ചാടി എഴുന്നേറ്റു. അടിപൊളി വെയിൽ. ഒറ്റൊരു വെയിലുണ്ടാ തുണി ഉണങ്ങും. പക്ഷേ മഴക്കോളും ഇല്ല, ആകാശം തെളിഞ്ഞ് നിൽക്കുക. നേരത്തെയാണെങ്കിൽ ഞാൻ മീൻകുട്ട അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നേരത്തെ കുറച്ച് സമയം കിട്ടിയാൽ വന്ന് കിടന്ന് റീല് കാണുന്ന ഞാൻ ഇപ്പോൾ ഇവൾ ഉറങ്ങുന്ന സമയത്ത് പോയി മിറ്റം തോർത്ത് പോയി കഴുകിയിട്ടു. എന്നാൽ രാത്രി ചമ്മന്തി അരയ്ക്കുള്ള തേങ്ങയെല്ലാം പൂളിയും വെച്ചു. കാരണം ഇവൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് വെച്ചാലേ പിന്നെ കുഴപ്പമില്ല, അവളുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ചേട്ടായി വന്നില്ല, വണ്ടി കഴുകാനായിട്ട് പോയി. വരുമ്പം ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും. കുറേ നാളായി ഷവർമ്മ കഴിച്ചിട്ടല്ലേ മീക്കൂട്ടാ. ഇവള് വയറ്റിൽ കിടന്ന സമയത്ത് ഇവൾക്ക് ഈ ബർഗർ, ന്യൂഡിൽസ്, അതേപോലെ ഫ്രൂട്ടി ഇതൊന്നും കുടിക്കുമ്പം ഛർദ്ദിക്കത്തില്ല. എന്നാൽ ഇപ്പം നമ്മൾ വേറെ നമ്മുടെ സാധാ സാധനം എന്തെങ്കിലും കഴിച്ചാൽ അന്നേരം ഛർദ്ദിക്കും. ഈ ഫ്രൂട്ടി കുടിച്ചു, അന്നൊരു ദിവസം മോരുമുള്ള എന്തോ കുടിച്ചു, ആ മോരുമുള്ള മാത്രം ഛർദ്ദിച്ചു. സമയം 10 മണി. കുഞ്ഞെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റില്ല, ഭയങ്കര വഴക്കായിരുന്നു. ചേട്ടായി മീൻ വാങ്ങിച്ചോളൂ, മീൻ വെട്ടി കറി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. നാളെ ചേട്ടായിക്ക് വർക്കുണ്ട്. രാത്രി എനിക്ക് ബുദ്ധിമുട്ടില്ല. പകലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലേ ഇതാകുമ്പം രാത്രി ജോലി തീർത്താൽ എനിക്ക് പകൽ ഫുള്ള് റെസ്റ്റാണ്. സമയം 10:37. മീൻകറി തിളച്ച് പറ്റുന്നേ ഉള്ളൂ. കുറുകിയിട്ട് പോയി കിടക്കാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. ഇവിടെ ചാറ് പോലെ ഇരിക്കുക വെള്ളം. അപ്പോഴത്തേക്ക് തിരയ്ക്കാൻ തൂത്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചാൽ എനിക്ക് നാളെ ജോലിയില്ല, വെറുതെ ഇരിക്കാം. രാവിലെ അരി അടുപ്പത്തിട്ട് ഇതാക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് അടയ്ക്കാം. അരി അടുപ്പത്തിട്ട് ഞാൻ നാളെ മാങ്ങക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാറിട്ടില്ലേ, 3 പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വരയ്ക്കാൻ തൂക്കണമോ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിക്കുക. വെള്ളം തിളപ്പിച്ച തീരാറുമായി.